മാർച്ചിറ്റുകാരാന്നുള്ള വിവരം ഇവിടുത്തെ മാർച്ചിറ്റുകാരെ ഞാൻ വ്യസന സമയത്ത് അറിയിക്കുക. കാരണം എന്താണെന്നറിയോ? എൻ്റെ വീട് കാണാൻ വന്ന നിങ്ങളോ എൻ്റെ വീട് കാണാൻ വരിക. എന്നാ പാണക്കാട്ടെ കൊടപ്പരക്കൽ തറവാട്ടൊക്കൊന്ന് പോയി നോക്കണോ മക്കളെ? ഞാൻ 2 ചൊവ്വാഴ്ച മുമ്പേ എൻ്റെ മുനവിർ മോന്റെ അടുത്ത് കുറെ നേരം ഇരുന്നവനാണ്. നിങ്ങൾക്കറിയോ, കാസർകോട്ട് ഭാഗത്തു നിന്ന് വന്ന 3 സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ വന്യരായ തങ്ങളുടെ റൂമിന്റെ അകത്തേക്ക് കടന്നിട്ട് വന്യരായ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 പെൺകുട്ടികൾ ശിഹാബ് തങ്ങളുടെ ക്ലോക്ക് ശേഖരം ഇങ്ങനെ പകർത്തുക. ഞാൻ എൻ്റെ ഒപ്പമുള്ള ഒരാളോട് പറഞ്ഞു, ഇങ്ങനെ ഏത് പെരയിലാ പറ്റുക? നമ്മളോടാണ്. നമ്മളകത്തേക്ക് വന്നിട്ടൊരാള് നോക്കണം, അകത്തേക്ക് കയറി വരിക. പ്രവർത്തനം ആർക്കും കയറാം, എപ്പോഴും വരാം. എൻ്റെ ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ കാസർകോട്ട് നിന്ന് 3 ചെറുപ്പക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? പാണക്കാട് എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഒരുപാട് സെക്യൂരിറ്റി ഗാർഡിന്റെ അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും, കുറെ ചോദ്യം ചെയ്യലുണ്ടാവും. ഇത്ര സുഖമായിരുന്നോ? എങ്കിൽ ആ മുത്ത് ശിഹാബ് തങ്ങൾ, എൻ്റെ പൊന്നു തങ്ങള് ഹയാത്തിലുണ്ടാകുമ്പോ ഇങ്ങനെ കിടക്കുന്നതിന്റെ മുമ്പ് ഒന്ന് വരാമായിരുന്നു എന്ന് കാസർകോട്ടെ ചെറുപ്പക്കാരൻ പറഞ്ഞു. എങ്കിൽ സഹോദരന്മാരെ മനസ്സിലാക്കിക്കോ, അങ്ങനെ ഒരു വീടുണ്ട് കേരളത്തിൽ. ഏത് പാതിരാവിലും ചെല്ലാം. പിണറായിയുടെ വീട്ടിക്ക് നട്ടുച്ചക്ക് എല്ലാം പറ്റില്ല, ബെഡ്റൂം സെറ്റ്. നട്ടുച്ചക്ക് ബെഡ്റൂം സെറ്റ് എല്ലാം പറ്റില്ല. എന്നാൽ ശിഹാബ് തങ്ങളെ വീട്ടിക്ക് പാതിരാവിലെ ഇരുട്ടത്ത് ചെല്ലാം, പാതിരാവിലെ ചെല്ലാം. പൂക്കോയത്തങ്ങളുള്ള കാലത്താണ് കുറെ ആളുകൾ നാദാപുരത്തുനിന്ന് പോയത്. വന്യരായ തങ്ങളുടെ വീടിന്റെ വാതിൽ മുട്ടി, തങ്ങൾ എണീക്കുന്നില്ല, റാന്തൽ കത്തിച്ചാ നൃത്തം. നേരം വെളുത്തു, പൂക്കോയ തങ്ങൾ വാതിൽ തുറന്നു നോക്കിയപ്പോണ്ട് പട്ടാപ്പകൽ റാന്തലുമായി 5-8 ആളുകൾ മുറ്റത്ത്. എന്താ വന്നത്? ഇന്നേരത്ത് റാന്തൽ കത്തിച്ച് നൃത്തം ചോദിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ പാതിരാവിലെ വന്നതാണ്. ഇന്ന് വിളിച്ചൂടായിരുന്നോ? വിളിച്ചു. തങ്ങളെ വാതിലിന് മുട്ടി, ബെല്ലില്ലാത്ത കാലത്ത് വാതിലിന് മുട്ടി. ഞാൻ അറിഞ്ഞില്ലട്ടോ, ക്ഷമിക്കണം. അന്ന് വീട്ടുകാരി ബീത്താത്താനെ വിളിച്ചിട്ട് പൂക്കോയത്തങ്ങൾ പറഞ്ഞു, എന്റെ പുല്ലുപായത്ത നേരെ കൊണ്ടുവന്നിട്ട് താഴ്വരയിലിട്ടു. ഇനി എന്നെ എപ്പോഴും വിളിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ് ജനലും തുറന്നിട്ടു. പിന്നെ വഫാത്ത് വരെ എൻ്റെ പൂക്കോയത്തങ്ങൾ കിടന്നത് ആ പൂമുഖപ്പടിയിലാണ്. വിളിച്ചാ കിട്ടണം പാതിരാക്ക്. എന്റെ മുത്തു ശിഹാബ് തങ്ങളെ കടലുണ്ടി ഭാഗത്തു നിന്ന് നമ്മുടെ പരപ്പരങ്ങാടി കടപ്പുറം ഭാഗത്തു നിന്ന് അയ്യപ്പൻ ഉൾപ്പെടെ 3 ജീപ്പാളുകൾ പോയി. ശിഹാബ് തങ്ങളുടെ കൊലായിലിരുന്നിട്ട് ഒരുപാട് തവണ ഇവർ പരസ്പരം പറഞ്ഞു, ഇവർക്കൊന്നും എണീക്കാൻ നേരമില്ലെങ്കിൽ നമ്മളെന്തിനാ അങ്ങോട്ട് വന്നത് വരണ്ടി ഉണ്ടായിരുന്നില്ല. വാതിൽ മുട്ടും, ബെല്ലടിക്കും. കുറെ കഴിഞ്ഞപ്പോ 1.5 മണിക്കഥ ഒരു വലിയ കാർ ഓടി വരുന്നു. പാണക്കാട്ടെ കൊടപ്പരക്കൽ തറവാട്ടിന്റെ ഗേറ്റിന്റെ ഭാഗത്തെ ആ പ്രത്യേകമായ കമ്പിയിൽ ശബ്ദമുണ്ടാക്കിയിട്ട് കടന്നു വന്ന ആ കാറും ഞങ്ങളെപ്പോലെ ആരെങ്കിലും ആകുമെന്ന് കരുതിയിട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാ ആ കാറിലുള്ളവരോട് പറയാൻ പോണോ, ശിഹാബ് തങ്ങളൊന്നും മക്കളെ നമ്മൾ വിളിച്ചിട്ട് ഉണർന്നില്ല എന്ന് പറയാൻ നിൽക്കുമ്പോ ആ ഡോറിൽ നിന്ന് കാറിറങ്ങിയത് കേരള മുസൽമാന്റെ കിരീടം വെക്കാത്ത സുൽത്താൻ, കേരളത്തിന്റെ സർവമത സൗഹൃദത്തിന്റെ പ്രതീകമായ നമ്മുടെ കരളിന്റെ കഷ്ടം ശിഹാബ് തങ്ങൾ പാതിരാവിൽ വന്നിറങ്ങാണ്. നമ്മളെ കാര്യത്തിന് പാണക്കാട്ട് ചെന്നപ്പോ ആരാന്റെ കാര്യത്തിന് പാണക്കാട്ടെ തങ്ങൾ പുറത്തു പോയിട്ട് വരിക. പറഞ്ഞതൊക്കെ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി. ശിഹാബ് തങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ ശിഹാബ് തങ്ങൾ ഡോർ തുറന്ന് നേരെ അകത്തേക്കാണ് പോയി. അപ്പോഴും ചിലർ കുശു പറഞ്ഞു, കരയിൽ വന്നിട്ടൊന്നും ശ്രദ്ധിച്ചില്ലല്ലേ, ഇത്ര പ്രസംഗവും എന്തെല്ലാം കഴിഞ്ഞിട്ട് വരിക, അത്ര മസ്ലഹത്ത് കഴിഞ്ഞിട്ട് വരിക. ആലോചിക്കണേ. എൻ്റെ മുത്തു ശിഹാബ് തങ്ങൾ, ആ തങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നു, കസേരയിലിരുന്നു. അയ്യപ്പൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ കടൽക്ഷോഭമാണ്, മീൻ കിട്ടുന്നില്ല, വലിയ പ്രതിസന്ധിയാണ്. ഞങ്ങൾ എത്ര ദിവസമായി കടലിൽ തോണി ഇറക്കിയിട്ട്. തങ്ങളെമ്പുരാൻ അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ശിഹാബ് തങ്ങൾ ഡയറി മരിച്ചപ്പോ 4 അയലത്തൊരു ഒഴിവില്ല. ഇവരാകെ ദുഃഖിതരായി, നിരാശരായി. ഇനി എന്താ ചെയ്യാ? പരസ്പരം മുഖത്ത് നോക്കിയിരിക്കുമ്പോ വിരല് കടിച്ചിരിക്കുന്ന ശിഹാബ് തങ്ങൾ അകത്തേക്ക് പോയി.
ആളുകൾ കരുതി ഈ ശിഹാബ് തങ്ങൾക്ക് മടുത്തുക്കണ്, നമ്മൾ പോകാന്ന്. കുറച്ചാൾക്കാർ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാ മറ്റൊരു കുപ്പായം ഇട്ട കുപ്പായം അവിടെ തൂക്കിയിട്ട് എന്റെ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇപ്പൊ പോവുക. ആ 2 മണിക്ക് കടപ്പുറത്തേക്ക് വന്നു ശിഹാബ് തങ്ങൾ വരുന്നുണ്ട് എന്നുള്ള വിവരം. അന്ന് ഫോണില്ലാത്ത കാലത്ത് അന്ന് ഏതോ ഒരു ബൂത്ത് തുറന്നിട്ട് പിന്നെ ഒരു വണ്ടി വിളിച്ചു പറയേണ്ട താമസം. പരപ്പരങ്ങാടി കടപ്പുറത്തുകാർ മുഴുവൻ തമ്പടിച്ചു. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ ആളുകൾക്കിടയിലേക്ക് ഒന്നിരായ മുത്ത് ശിഹാബ് തങ്ങൾ ഇങ്ങനെ വരികയാണ്. ശിഹാബ് തങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവർക്കതിന് പരിഹാരം കണ്ടു. സമയം നോക്കിയിരുന്നില്ല. അതാണ് ആ കുടുംബം, പിണറായിയുടെ വീടും ഇവരെ വീടും തമ്മിലുള്ള വ്യത്യാസത്തിൽ. പൂക്കോയ തങ്ങളുള്ള കാലത്ത് 2 കള്ളം കടന്നു. കള്ളന്മാർ ഓട് പൊളിച്ച് കടന്നിട്ട് കടന്നതിന്റെ ശേഷം കൂടെ വന്നു എന്നൊരു പിടുത്തല്ല, ഞാൻ അങ്ങനെ പോണ്ടെന്നൊരു പിടുത്തല്ല, അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. പൂക്കോയത്തങ്ങൾക്ക് പാറാവുകാരൻ 2 ചായ കൊടുത്തപ്പോ പൂക്കോയത്തങ്ങൾ പറഞ്ഞത്രേ 2 ചായ മേപ്പിട്ടും കൊണ്ടേ കൊടുക്കുന്നു. പാറാവുകാരൻ കോണിപ്പടി കയറി ചെന്ന് നോക്കുമ്പോ 2 കള്ളന്മാരിരുന്ന് ഉറങ്ങുകയാണ്. ഓട് പൊളിച്ച് കിടന്ന കള്ളന്മാർക്ക് ചായ കൊടുത്ത വീടാടോ സഖാവേ അത്? എന്നാ നിന്റെ വീട്ടിൽ മര്യാദക്ക് എന്നോ എനിക്ക് ചായ കൊടുക്കുക? ഒഞ്ചിയം ബ്രാഞ്ച് കമ്മിറ്റിക്കാരനെ പുറത്താക്കിയ നീ എവിടെയാണ്? കണ്ടോ, പിണറായിയുടെ നാട്ടിൽ ലീഗിന്റെ പൊതുയോഗം മര്യാദക്ക് നടക്കൂല, കോൺഗ്രസിന്റെ നടക്കൂല, അവരത് ജനതാദളിന്റെ പോലും നടക്കൂല. പി ആർ കുറുപ്പിന്റെ മോഹൻ ഇപ്പൊ ജനതാദളിലെ വീരേന്ദ്രകുമാർ ടീം പാർട്ടി വിട്ടല്ലോ. അദ്ദേഹം ഇപ്പൊ പോലീസ് കാവല്ല അടുത്തുണ്ടായിരുന്നത്. ആരെ പേടിച്ചിട്ടാ? പാണക്കാട്ടെ തങ്ങളെ പടയെ പേടിച്ചിട്ടല്ല സോദര, കുഞ്ഞാലിക്കുട്ടിയുടെ പുലിക്കുട്ടികളെ പേടിച്ചിട്ടല്ല സുഹൃത്തെ. ആരെ ഭയന്നിട്ടാ? പാർട്ടിക്കാരാ, നിന്റെ റെഡ് വളണ്ടിയർമാരെ ഭയന്നിട്ടാണ്. കണ്ടോ, അതാണ് KT ജലീൽ ലീഗിന്ന് പോയ പോലെയാണോ MP രാഘവൻ ലീഗ് മാർച്ചിട്ട് പാർട്ടിന്ന് പോയത്? ലീഗിന്ന് പോയ KT ജലീലിന് ഒരു പ്രതിസന്ധിയില്ല. ഇടക്കാലത്ത് കരുണാകരൻ കോൺഗ്രസ് ഒന്ന് പോയി, ഒരു വലിയ അങ്കലാപ്പില്ല. രാഘവന്റെ സ്ഥിതി അതാണോ? രാഘവന്റെ റൂഹ് പിടിക്കാൻ DYFI എത്ര കാലായി നടക്കണം? ആ സാധു ആയുസിന്റെ നീട്ടം കൊണ്ട് നടക്കല്ലേ. പാർട്ടി മറ്റുള്ളവനെ സമ്മതിക്കൂല. പൊതുപ്രവർത്തനത്തിന് ഒരു സ്വാതന്ത്ര്യമില്ല. എന്നാ ഈ മാദനി കുഞ്ഞാപ്പൂ അവിടെ ഒന്ന് പോകുക, നേരല്ല. ഇവിടെയാണ് മലപ്പുറം പൊന്നാനി മലപ്പുറം, വണ്ടി അങ്ങോട്ടും കൊണ്ടുപോവാ. ഇവിടെ കുറ്റിയടിച്ച് ഈ പൂന്തുറ സിറാജും ഈ സകല സുഡാപ്പിയും പോയി അവിടെ ഒന്ന് അങ്ങോട്ട് പോകുമോ? ഇല്ല. അവിടെ ഓഫീസ് ഉണ്ടാക്കാൻ പറ്റൂല. പിണറായിയുടെ നാട്ടിൽ ഓഫീസ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാ പാണക്കാട്ട് തങ്ങൾ ഹൈദരലി തങ്ങളുടെ വീട്ടിന്റെ മുന്നിലുണ്ട് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും ചെങ്കൊടിയും. നിങ്ങൾ കണ്ടിക്കണോ പാണക്കാട് പോയിട്ട്? ഹൈദരലി ശിഹാബ് തങ്ങളെ വീട്ടിൽ നിന്ന് നേരെ വരുമ്പോ തന്നെ കാണാം ചെങ്കൊടിയും ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഓഫീസും. നമ്മുടെ പ്രവാസി ലീഗിന്റെ ഭാരവാഹിയവരൊക്കെ ഞാൻ ഇടക്കിടക്ക് അവിടെ വെച്ച് കാണാറുണ്ട്. ഞങ്ങൾ ആലോചിക്കണം, പാണക്കാട്ടെ തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് CPM ഓഫീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാം. എന്നാൽ പിണറായിയുടെ നാട്ടിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് രക്ഷയില്ല. അപ്പൊ നമ്മളെ കോട്ട സ്വാതന്ത്ര്യം, സമാധാനം അവിടെ ഇല്ല. RSS CPM എന്നും സംഘടന, പാർട്ടി ഗ്രാം, ഒരു കൂട്ടരിങ്ങനെ, ഒരു കൂട്ടർ അങ്ങനെ, 2 കൂട്ടരും കൂടി വാശി. രാഷ്ട്രീയ മനുഷ്യക്കുരുതിക്കുള്ള ബലിത്തറയായി മാറിയ കണ്ണൂരിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ, വഴിപാടുകളും കൊലപാതകം നടപ്പുകയാണ്. നിങ്ങൾക്കറിയോ, കേരള പോലീസ്, കണ്ണൂർ പോലീസ് എന്ന് ഈടക്കാലത്ത് എഴുതിയത് ബോംബ് കൊണ്ടാണ്. കുറെ ബോംബ് പിടിച്ചു. അപ്പൊ പോലീസ് മേശപ്പുറത്ത് വെക്കുമല്ലോ, ഈ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നൊക്കെ സ്വർണം പിടിച്ചിട്ട് വെക്കണായി എന്ന പോലെ ഈ ബോംബ് പിടിച്ചിട്ട് പോലീസ് മേശപ്പുറത്ത് ആദ്യം ഉണ്ടാക്കി, പിന്നെ അങ്ങനെ കണ്ണൂർ പോലീസിന് ബോംബ് കൊണ്ട്, മുല്ലപ്പൂ കൊണ്ടല്ല ബോംബ് കൊണ്ട് എഴുതി. ഇപ്പൊ ഈടക്കടുത്ത് ബോംബ് പൊട്ടി. എവിടെ പൊട്ടിയത്? ശവകുടീരത്തിൽ, ഖബറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ. ഞാനന്ന് കുവൈത്തിൽ ചന്ദ്രിക പത്രം കിട്ടി, മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക കിട്ടിയിട്ട് ഞാൻ അങ്ങനെ വായിക്കും. പിന്നെ മലയാള മനോരമ കണ്ടു, അതുപോലെ വർത്തമാനം പത്രം കണ്ടു, സിറാജ് ദിനപത്രം കണ്ടു, അതുപോലെ മാധ്യമം ദിനപത്രം കണ്ടു. ഇതൊക്കെ ഒരു ഓഫീസിൽ വന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുക. എല്ലാ പത്രത്തിലും ഈ റിപ്പോർട്ട് കണ്ടു. വിശ്വസിക്കാമല്ലോ. ശവകുടീരത്തിൽ ബോംബ് പൊട്ടി, പോലീസ് നിർവീര്യാക്കുന്നു. ഈ രംഗം തലേ ദിവസം TV കണ്ടവർ പറഞ്ഞു, എന്താപ്പത് കഥ?
അന്ന് ഈ അഹമ്മദ് സാഹിബിന്റെ പെങ്ങളെ മോനും ഞാനും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അഹമ്മദ് സാഹിബിന്റെ പെങ്ങളെ മോനോട് പറഞ്ഞു, അഹമ്മദ് സാഹിബിനെ വിളിക്കൊരു തമാശ പറയാൻ. ഒന്നല്ല, അഹമ്മദ് സാഹിബിനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ആളാണ് വിളിക്കുന്നത്. അഹമ്മദ് സാഹിബ്, നിങ്ങളെ നാട്ടിൽ മരിച്ചെടുക്കുന്നവർക്കും ഒരു സ്വസ്ഥതല്ലേ? അഹമ്മദ് സാഹിബ് പറഞ്ഞ, ചിലപ്പം വസിയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇതിന്റെ ചൂരും മണം ഇങ്ങനെ കേട്ടിട്ട് ശീലായിട്ട് തലക്കാൻ പുറത്ത് 2 വെച്ചാളേന്ന്. അങ്ങനെ ഉണ്ടല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം. ഇപ്പൊ എൻ്റെ ഉപ്പാക്ക് നേന്ത്രപ്പഴം നല്ല ഇഷ്ടമാണ്. എൻ്റെ അമ്മ എപ്പോഴും മുസ്ലിയാർക്ക് ഒരു നേന്ത്രപ്പഴം കൊടുത്തിട്ട് പറയും, മൊയ്ലിയരെ അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്താളി. ഇപ്പൊ എനിക്ക് കറുത്ത അലുവ നല്ല ഇഷ്ടമാണ്. ഇനി ഞാൻ മരിച്ച എൻ്റെ അമ്മ പറയാൻ എന്താണെന്നറിയാം, മുസ്ലിയാരെ ഇതാ ഒരു കഷ്ണം, എൻ്റെ കുട്ടിക്ക് കറുത്ത അലുവ നല്ല ഇഷ്ടമായിരുന്നു, ഇത് കൊടുത്തെന്നാണ് ദ്വാരനാളി നിങ്ങൾ മനസ്സറിഞ്ഞിട്ട്. കണ്ണൂർ എങ്ങനെയാണെന്നറിയാം ദ്വാരിപ്പിക്കല്, ബോംബാണ്ട് കൊടുക്കുക, അൽഫാത്തിയാട്ടെ ഒറ്റ കാക്കട്ടെ. ആ നാടും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്? നമ്മളെ കണ്ട് പഠിക്കണം. നമ്മളാ ഈ രാജ്യത്ത് നന്മ ഉണ്ടാക്കിയത്. ഹിന്ദു മുസ്ലിം കലാപുണ്ടാകുമ്പോ മാറാട്ട് ഓടി വരിക, ആ ദുർഭൂതത്തെ കൈവെള്ളയിലേക്ക് ആവാഹിച്ചെടുത്ത് അതിനെ ചുരുട്ടി ചുരുട്ടി അറബിക്കടലിലേക്ക് എറിയ, യേശുദാസിനെ കൊണ്ടൊരു പാട്ട് പാടിക്കുക. ഇപ്പൊ റിലീഫ് നടത്തി നമ്മൾ ഇവിടെ മാറാട്ട് KMCCയുടെ റിലീഫ് വാങ്ങാൻ മഴയത്താവുന്നത് സഹോദരിമാർ അറിയോ? ഒരു വല്യമ്മയും ഒരു കൊട പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ രംഗം പത്രക്കാരൻ കൊടുത്തു. കണ്ട, ഒന്നാണ് നമ്മൾ ഒരു കുടക്കീഴിൽ. കണ്ടോ? അങ്ങനെ എവിടെ മുറിവുണ്ടാകണോ അവിടെ ഞങ്ങൾ ഓടി വരിക. അന്നും ഇന്നും എന്നും കോഴിക്കോട് നടുവട്ടത്ത് കലാപുണ്ടായപ്പോ എന്റെ ബാഫക്കിത്തങ്ങൾ ഓടി വന്നു. എങ്ങനെ വന്നത്? വെറുതെ വന്നതല്ല. പോലീസുകാര് പരാജയപ്പെട്ടപ്പോ പോലീസുകാര് പറഞ്ഞു, ഇനി നിവൃത്തില്ല. അപ്പൊ കേരള ഗാന്ധി കേളപ്പജി പറഞ്ഞു, ഞാൻ ഒരാളെ കൊണ്ടുവരും, അയാൾ വന്ന് പറഞ്ഞ ഈ ജനങ്ങൾ പിരിയാൻ സാധ്യതയുണ്ട്. 2 സൈഡിലും മടവാളും കൊലവാളും ഉയർത്തിപ്പിടിച്ച് കലാപകലുഷിതമായ അന്തരീക്ഷം വന്നു. ആരാ വന്നത്? അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയപരമായ അരങ്ങ് അടയ്ക്കുവാണ് ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കാലഘട്ടത്തിന്റെ കുത്തുബും വലിയുമായിരുന്ന ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ കണ്ടു വന്ന് തങ്ങൾ കാറിറങ്ങിയിട്ട് മൈക്ക് കെട്ടിയ പോലീസ് ജീപ്പിൽക്കാ കയറിയുന്നത്. എന്നിട്ട് പറഞ്ഞു, അരുതനിയ അരുതനിയ അരുതനിയ. പിരിഞ്ഞുപോയി. എന്താ തങ്ങളെ പേടിച്ചത്? തങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്ന് കേരള ഗാന്ധി കേളപ്പജിയാ പറഞ്ഞത്. നമ്മളെ പണി ഫയർഫോഴ്സിന്റെ പണിയാണ്. എവിടെ കലാപുണ്ടാവോ ഊതിക്കെടുത്തുക. CPM അങ്ങനല്ല. ഒരു പ്രശ്നം ഉണ്ടാവോ അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കുക. സുന്നിയും തർക്കം ഉണ്ടാകുമ്പോ, സുന്നി മുജാഹിദും തർക്കം ഉണ്ടാകുമ്പോ, സുന്നിയും മുജാഹിദും തർക്കം ഉണ്ടാകുമ്പോ, മദാനിയായികൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോ, അതിര് തർക്കം ഉണ്ടാകുമ്പോ എങ്ങനെ ഇപ്പുറത്ത് കൂടിയിട്ട് അപ്പുറത്ത് 4 വോട്ടുണ്ടാക്കാന്നുള്ള അങ്ങനെ. പണ്ട് ഈ തൈലക്കുപ്പി കൊണ്ടുപോണ വണ്ടി മറിഞ്ഞൊരു സംഭവം. തൈലക്കുപ്പിയിട്ട് വണ്ടി ഇങ്ങനെ പോകുമ്പോ നല്ല ടേണിങ്ങിൽ മറിഞ്ഞപ്പോ അതിന്റെ അനൗൺസ് ഓഫ് ആയിട്ടില്ല. ഡ്രൈവറെ തലയിന്റെ ചോട്ട് വെട്ടെടുക്കുകയാണ്. മനുഷ്യന്മാര് നല്ലൊരു ചിന്ത ചെയ്യുക, സാധാരണ ഡ്രൈവറെ പോയിട്ട് അതിന്റെ ചോട്ടൊന്നും എടുക്കല. വേറെ ആളുകള് മൈക്ക് സെറ്റ് ഓഫ് ആയിട്ടില്ല, എങ്ങനെ പറയാ, കടന്നു വരൂ എന്ന്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കടന്നു വന്നു. അപ്പൊ ചിലർ ഈ കുപ്പിയൊക്കെ ഇങ്ങനെ തരികയാണ്. അപ്പൊ അനൗൺസ് പറയാ, നിങ്ങൾ ചെറുതെടുക്കേണ്ട, വലുതെടുത്തോളൂ, അതാണ് നിങ്ങൾക്ക് ലാഭം തന്നെ. അപ്പൊ ചിലർ വലിയ കുപ്പി എടുത്തുകൊണ്ട് പോയി.